നിലാവിൽ കുളിച്ചു നിൽക്കുകയായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഭൂമി. കൂടുതൽ വലുപ്പത്തിലും തിളക്കത്തിലും ശശികാന്തം ചൊരിഞ്ഞത് ശാരദ പൗർണമിയാണ്. കന്നിനിലാവിനെ കൂടുതൽ മനോഹരിയാക്കിയ സൂപ്പർ മൂൺ ദൃശ്യങ്ങളും സുരേന്ദ്രൻ പുന്നശ്ശേരിയുടെ വിവരണവും കാണാം. കഴിഞ്ഞ ദിവസം മാനത്ത് കന്നിനിലാവ് പരത്തിയത് ഈ വർഷത്തെ ആദ്യത്തെ സൂപ്പർ മൂണായിരുന്നു. ഈ വർഷം 3 സൂപ്പർ മൂൺ പരമ്പരയാണ് ദൃശ്യമാകുക. അതിലാദ്യത്തേതാണ് ഒക്ടോബർ 7, 8 തീയതികളിൽ കാണപ്പെട്ടത്. സാധാരണ ചന്ദ്രനേക്കാൾ കൂടുതൽ വലിപ്പവും തിളക്കവും കാണപ്പെടുന്ന ചന്ദ്രനാണ് സൂപ്പർ മൂണുകളായി അറിയപ്പെടുന്നത്. ഇന്ത്യക്കാർക്ക് ഇത്തവണത്തെ പൗർണമി ശാരദ പൗർണമി കൂടിയായിരുന്നു. അമേച്ചർ വാനനിരീക്ഷകനും അസ്ട്രോ കോളമിസ്റ്റുമായ സുരേന്ദ്രൻ പുന്നശ്ശേരി ഈ വിഷയത്തിൽ കൂടുതൽ പഠനങ്ങൾ നടത്തുകയും പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. ഒക്ടോബർ 7, 8 തീയതികളിൽ നാം ആകാശത്ത് കണ്ട പൗർണമി ഈ വർഷത്തെ ഏറ്റവും വലിയ പൗർണമിയായിരുന്നു. ഒരു സൂപ്പർ മൂൺ പരമ്പരയിലെ ആദ്യത്തെ, അടുത്ത മാസവും അതിന്റെ അടുത്ത മാസവും സൂപ്പർ മൂൺ തന്നെയാണ്. അപ്പൊ എന്താണ് ഈ സൂപ്പർ മൂൺ? സൂപ്പർ മൂൺ എന്ന് പറഞ്ഞാൽ സാധാരണ പൗർണമിയേക്കാൾ 30% തിളക്കവും ഒരു 15-16% വലിപ്പമുള്ള ചന്ദ്രന്മാരാണ്. അപ്പൊ താരതമ്യേന ഭൂമിയോട് ഈ സമയത്ത് ചന്ദ്രൻ കൂടുതൽ അടുക്കും. അതിൽ പ്രത്യേകിച്ച് അപൂർവതയൊന്നുമില്ല. പക്ഷേ ഈ ചന്ദ്രന്, അതായത് ഈ ദിവസത്തെ ചന്ദ്രന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇത് ശാരദ പൗർണമിയായിരുന്നു. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇത് വലിയ ആഘോഷമാണ്. മൺസൂണിന്റെ അവസാനം ശാരദ പൗർണമിയോടെ ആണെന്ന് പറയപ്പെടുന്നു. അന്ന് ചന്ദ്രപ്രകാശത്തിന് പ്രത്യേക ശക്തിയുണ്ടെന്നും അവർ വിശ്വസിക്കുന്നു. വിദേശികൾ ഈ ചന്ദ്രനെ ഹണ്ടേഴ്സ് മൂൺ എന്നും ഹാർവസ്റ്റ് മൂൺ എന്നും വിളിച്ചു പോരുന്നു. മൺസൂണിന്റെ അവസാനം ആകാശം ഏറ്റവും തെളിഞ്ഞിരിക്കുന്ന ശരത്കാലത്ത് ശാരദ പൗർണമി അനുഭവിച്ച് അറിയേണ്ടത് തന്നെയാണ്. നിലാവിന്റെ കുളിരും ചാരുതയും ഭംഗിയും ഒത്തുചേർന്ന കന്നിനിലാവിനെ കൂടുതൽ മനോഹരമാക്കി സൂപ്പർ മൂൺ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ